കൊച്ചിയിൽ ഡാനി പോളുണ്ട്. ഒരു പക്ഷേ നമ്മുടെ കേരളത്തെ ഏറ്റവും വിഷമിപ്പിച്ചത് ഇന്നലെ കൊച്ചിയിൽ നിന്ന് യാത്ര പോയ ഒരു മനുഷ്യന്റെ ദാരുണാന്ത്യമായിരുന്നു. എൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഈ ഒരു ആക്രമണത്തിന് ഇരയാവുന്നതും മരണത്തിന് കീഴടങ്ങുന്നതും. ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചു. ഡാനി, ഒരു ഞെട്ടൽ, ഒരു നാടിന് മുഴുവൻ ഞെട്ടലാണ്. അവിടെ വളരെ ജനകീയനായ ഒരു മനുഷ്യനായിരുന്നു. കുടുംബത്തോടൊപ്പം പേരക്കുട്ടികൾക്കൊപ്പം ഒരു യാത്ര പോയി തിരിച്ച് ജീവനില്ലാതെ മടങ്ങിയെത്തുന്നത് അത്യന്തം വേദനാജനകമാണ്, ദുഃഖകരമാണ്. ഇന്നലെ രാത്രി തന്നെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റൂ. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ശ്രീജ, വളരെയധികം ഞെട്ടലുണ്ടാക്കിയ വാർത്തയായിരുന്നു പ്രദേശത്ത് ഇടപ്പള്ളി. കാരണം പലർക്കും തന്നെ അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ്, എനിക്കും അടുത്ത പരിചയമുള്ള ഒരാൾ തന്നെയാണ്. കാരണം അദ്ദേഹം വളരെ സൗമ്യനായി ശാന്തനായ എല്ലാവരോടും ഇടപെടുന്ന ഒരു വ്യക്തിത്വം, മിതഭാഷയായ ഒരാൾ, വളരെ സൗഹൃദങ്ങളടക്കം സൂക്ഷിച്ചിരുന്നു. അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തന മേഖലയിലും എല്ലാം തന്നെ വളരെ സജീവമായിരുന്ന ഒരാളാണ്. താൻ കൃത്യമായി ഈ ദിവസങ്ങളിൽ തിരിച്ചെത്തുമെന്ന് സുഹൃത്തുക്കളോടടക്കം പരിചയമുള്ളവരോടടക്കം പറഞ്ഞിരുന്നു. വിനോദയാത്രയ്ക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു വെച്ചിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ഇങ്ങനെയൊരു ഭീകരാക്രമണം സംഭവിക്കുന്നു, അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ കൂടിയുണ്ട് എന്നത് എല്ലാവരെയും വേദനിപ്പിക്കുന്ന രീതി. ഈ സംഭവം വേദനാജനകം തന്നെയാണെങ്കിലും അത് കൂടുതൽ വേദന നമുക്ക് അടുത്തവരിലേക്ക് എത്തുമ്പോൾ തന്നെയാണ്. ഏതായാലും അത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ്, ഏതാണ്ട് 8:30 മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്, ഡൽഹിയിൽ നിന്ന് എത്തിച്ചത്. അദ്ദേഹത്തെ യാത്രാ സംഘത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും അവരുടെ ഇരട്ടക്കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഭാര്യയോട് ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ വിവരം പറയുന്നത്. അവർ വിദ്യാഭവൻ സ്കൂളിലെ ഒരു അധ്യാപികയാണ്, റിട്ടയർഡ് അധ്യാപികയാണ്. അവരോട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഭീകരാക്രമണം നടക്കുമ്പോഴും അവർ ഹോട്ടലിൽ ഇരുത്തിയാണ് ഇവർ പഹൽഗാമിലേക്ക് പോകുന്നതെല്ലാം തന്നെ ചെയ്യുന്നത്. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഈ യാത്രയിലുടനീളം അവരോട് ഒരു അപകടം പറ്റിയെന്നത് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്നലെ ഇവിടെ എത്തിച്ച ശേഷമാണ്, നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയ ശേഷമാണ് അവരോട് ഈ അതീവ വേദനാജനകമായ ഈ കാര്യം അവരോട് പങ്കുവയ്ക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. നാളെയാണ് സംസ്കാര ചടങ്ങും പൊതുദർശനവും ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നലെ നെടുമ്പാശ്ശേരിയിലെത്തിയ മൃതദേഹം കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഏറ്റുവാങ്ങിയവർ അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്കാണ് പിന്നീട് കൊണ്ടുപോവുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ സഹോദരൻ തിരിച്ചെത്താനുണ്ട്. അദ്ദേഹം അമേരിക്കയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പോയത് മകനെ സന്ദർശിക്കാൻ. അദ്ദേഹം തിരിച്ചെത്തുന്നു. തിരിച്ചെത്തിയ ശേഷമാണ്, അതുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ ഈ ദിവസങ്ങളിലേക്ക് മാറ്റാനുള്ളൊരു കാരണം കൂടി. നാളെ രാവിലെ 7 മണിക്ക് ചങ്ങമ്പുഴ പാർക്കിൽ, ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിലാണ് പൊതുദർശനത്തിനുള്ളൊരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ 9 മണി വരെ അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. 9 മണിക്ക് ശേഷമാണ് വീട്ടിലേക്ക്, ഇവിടെ എടപ്പള്ളി ഹൈസ്കൂൾ എന്ന് പറയുന്ന ഭാഗത്ത്, അവിടെ മങ്ങാട്ട് റോഡിലാണ് അദ്ദേഹത്തിന്റെ വസതി, അവിടേക്ക് കൊണ്ടുപോകുന്നത്. ഏതാണ്ട് 11:30-12 മണി വരെയാണ് വീട്ടിൽ പൊതുദർശനവും മറ്റു ചടങ്ങുകൾക്കും വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന സമയം. അതിനുശേഷം ഇടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് സംസ്കാരത്തിനായി കൊണ്ടുപോകുന്നു. വലിയൊരു ജനാവലി തന്നെ അവിടെ പ്രതീക്ഷിക്കപ്പെടുന്നു. കാരണം വളരെ അടുപ്പം എല്ലാവരോടും തന്നെ വെച്ചു പുലർത്തിയ ഒരാളായിരുന്നു. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് അടക്കമുള്ള മേഖലകൾ അദ്ദേഹത്തിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവിടെ വളരെ സജീവമായിട്ട് ഇടപെട്ടിരുന്ന ഒരാൾ കൂടിയാണ്. ഏതായാലും ഈ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ പൊതുദർശന കാര്യങ്ങളും സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരുടെയും കുടുംബത്തിന്റെയും ഒക്കെ ദുഃഖത്തിൽ പങ്കുചേരുകയും, അത് വെറുതെ പറയുന്നതല്ല, വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല, അത് അത്രമേൽ ക്രൂരമായ ഒരു കൊലപാതകം, മരണം ആണ്. അത് ഡിസേർവ് ചെയ്യുന്നതായിരുന്നില്ല അവിടെ എത്തിയ ആരും എന്നതാണ് അതിലേറ്റവും ദുഃഖകരമായ കാര്യം. കേണൽ ജയകുമാർ, ഒരു പക്ഷേ ഈ ആക്രമണത്തിന്റെ ഒരു ശൈലി നമ്മളെ മറ്റെന്തിനേക്കാൾ കൂടുതൽ വേദനിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരുപക്ഷെ അവരിട്ട വിത്ത് മറ്റൊരു തരത്തിൽ കൂടി അത് ഹിന്ദുവാണോ എന്ന് നോക്കി വെടിവെച്ചു എന്നൊക്കെ ഉള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു വിഭജനം കൂടി അവർ മുൻകൂട്ടി കണ്ടേക്കാം.
അങ്ങനെ ഒരു ഏറ്റവും ക്രൂരമായ കൊലപാതകം എന്ന് മാത്രമല്ല, അതിന് പിന്നിൽ ഒരു ക്രൂരമായ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു ആക്ഷനെ, ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു ആക്രമണത്തെ ഈ 2 ദിവസം ആവുമ്പോഴത്തേക്കും എങ്ങനെയാണ് നിങ്ങളെപ്പോലെയുള്ള വിദഗ്ധർ, പ്രത്യേകിച്ച് ആക്രമണങ്ങളെ പറ്റി ഒരുപാട് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളവർ വിലയിരുത്തുന്നത്? ഷീജ പറഞ്ഞത് വളരെ ശരിയാണ്. വളരെ ഭീരുത്വം നിറഞ്ഞ ഒരു ആക്രമണമായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ നടന്നത്. അതായത് നമ്മളെപ്പോലെ ഈക്വലി പ്രിപ്പയർഡ് ആയിട്ടുള്ള പട്ടാളക്കാരെ നേരിടുന്നത് പോലെ അല്ല പാവങ്ങളായ നാട്ടിലുള്ള മനുഷ്യർ. ലീവും, കുട്ടികൾക്ക് ലീവും മറ്റുമൊക്കെ ഉള്ള, അല്ലെങ്കിൽ സ്കൂളെല്ലാം അടച്ചിരിക്കുന്ന അവസരം കണ്ട് കുഞ്ഞുങ്ങളും ഭാര്യയും മക്കളുമായിട്ടൊക്കെ ഇറങ്ങാൻ പോകുന്ന സ്ഥലത്ത് പോയി ഒളിച്ചും പതുങ്ങിയും നിന്ന് പട്ടാളത്തിന്റെ വേഷം ഇട്ടിട്ട് ഇറങ്ങി വരികയും ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ, എന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ ഇങ്ങനെ കൊല്ലുകയും ചെയ്യുന്നത്. ഇത് ഏറ്റവും വലിയ ഭീരുത്വം നിറഞ്ഞ ഒരു രീതിയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഷീജ ഇപ്പം പറഞ്ഞൊരു കാര്യം, അതായത് ഒരു പെർട്ടിക്കുലർ സമുദായത്തിലുള്ള ആൾക്കാരെ അവർ ചോദിച്ചു മനസ്സിലാക്കി എന്നൊക്കെ ശരിയാണ്. ഇത് അത്തരത്തിലുള്ള കുറേ വീഡിയോകൾ ഓൺ ഗ്രൗണ്ടിൽ നിന്ന് ആൾക്കാർ അയച്ചതെല്ലാം ഉണ്ട്, സമൂഹ മാധ്യമങ്ങളിലും മറ്റും അവൈലബിൾ ആണ്. ഞാനും കുറേയൊക്കെ കണ്ടു. അതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ റോഡിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് നേരെ കയറി ചെല്ലാവുന്ന സ്ഥലമല്ല. സാധാരണ എല്ലാവരും നടന്നും, അതായത് ട്രെക്കിംഗ് ചെയ്തും അല്ലെങ്കിൽ പോണീസിനെ ഉപയോഗിച്ചും ഹോഴ്സസിന്റെ പുറത്ത് കയറിയും മറ്റുമൊക്കെയാണ് അവിടെ പോകുന്നത്, കറങ്ങാനും മറ്റുമൊക്കെ. വളരെ സുന്ദരമായ ഒരു പ്രദേശമാണ്. അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ആ ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വന്നവരുടെ ഉദ്ദേശം വേറൊന്നും കൂടിയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ന്യൂസ് പേപ്പറിലാവട്ടെ, അല്ലെങ്കിൽ TV ന്യൂസുകളിലാവട്ടെ, ഇല്ലെങ്കിൽ ഓരോ ലീഡേഴ്സ് എന്ന് കരുതുന്ന നമ്മുടെ സമൂഹത്തിലുള്ള അത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആയിരുന്നാലും അല്ലെങ്കിൽ റിലീജിയസ് പാർട്ടികളുടെ ആയിരുന്നാലും എന്തിൻ്റെയും ലീഡേഴ്സ് എന്ന് കരുതുന്ന ആൾക്കാരുടെ വായിൽ നിന്ന് വരുന്ന ഡയലോഗുകൾ അത്ര ശുഭകരമല്ലായിരുന്നു. കാരണം ജാതി, മതം, ഭാഷ, നാട്, സൗത്ത്, നോർത്ത്, ഇതെല്ലാം കുറച്ചു കാലമായി കുറച്ചധികം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണെന്നുള്ളത് ഇംഗ്ലീഷുകാർക്ക് മാത്രമല്ല നമ്മുടെ എനിമിക്കും അറിയാം. അത് പാക് ISI വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇവിടെ. അതായത് ഓരോരുത്തരോടും, സ്ത്രീകളെയും കുട്ടികളെയും അവരൊന്നും ചെയ്തില്ല. രണ്ടാമത്തത്, ആ ചുറ്റുപാടിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവിടെ കടകൾ നടത്തുന്ന, അവിടെ ഈ എന്താ പറയുന്ന ഢാബ, ഇങ്ങനെയുള്ള ഈ ആഹാര സാധനങ്ങളും മറ്റുമൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ അത്യാവശ്യ സാധനങ്ങൾ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്, അതെല്ലാം നടത്തുന്ന ആരെയും അവരൊന്നും ചെയ്തില്ല. ഒരു പർട്ടിക്കുലർ ജാതി അല്ലെങ്കിൽ ഒരു മതത്തിലുള്ള ആൾക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ചവർ കണ്ടു. ആരെ പിടിച്ചോ അവരോട് ചോദിച്ചത് പേര്, ഒരു പക്ഷേ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പേരാണ് പറഞ്ഞത്. അവരെ ചെക്ക് ചെയ്യാൻ